ഹലോ ഗൈസ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ സാധനമാണ്. അതെന്താവുന്നൊരു ഐഡിയ ഇല്ല, നമുക്ക് ചെയ്ത് നോക്കാം. ട്രാവലിസ്റ്റയുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോണ ഒരു വെറൈറ്റി സംഭവമാണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പൊ 20 കിലോ ഉള്ള ഒരു കുട്ടിപ്പോത്ത് കണ്ട. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇത് കഴുകിയെടുക്കണം കേട്ടോ. നല്ല പണിയുണ്ട് ഇത് കഴുകിയെടുക്കാൻ. കഴുകലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് വരഞ്ഞിട്ട് ഒന്നും കൂടി നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ വരയിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ മെയിൻ ഐറ്റം സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മസാല കൂട്ടലിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് ഇത്തിരി എരിവ് കൂടുതലായത് കാരണം ഞങ്ങൾ 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അടുത്തത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ബൗള് ഗരം മസാല, പിന്നെ ഒരു 1/2 കപ്പ് മീറ്റ് മസാല. ഇനി നമുക്ക് ഒരു ബൗള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കൂടുതലും കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 കിലോ വീതമാണ് രണ്ടും എടുത്തിരിക്കണം. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് അരച്ചിരിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഇനി കുറച്ച് തൈര്, ഇനി 2 നാരങ്ങ പിഴിയുക. നാരങ്ങ പിഴിയാണ് മാംസമൊക്കെ ഇത്തിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാട്ടോ. അപ്പം നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് മാക്സിമം എത്ര അടുത്തേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം.
മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം സെറ്റ് ആയിരിക്കാണ്. ഇനി നമുക്കൊന്ന് 2 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വെക്കാട്ട. കത്തിക്കുമ്പോ ഇത് തൂങ്ങിപ്പോയിക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ തല കൂട്ടിക്കെട്ടാതെ. നമുക്ക് ഇതിന്റെ കാലുകൾ രണ്ടും കൂടി കൂട്ടി കെട്ടി കൊടുക്കാം. അപ്പൊ സംഭവമൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കനലിനകത്തേക്ക് എടുത്ത് വെക്കാം. നമ്മള് 1 മണിക്കൂർ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ഇതിനകത്തേക്ക് വെച്ചേക്കണത്. എണ്ണ തേച്ച് കൊടുക്കാട്ടാ. ഏകദേശം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത് എല്ലിന്നൊക്കെ വിട്ടു പോകുന്നത്. ഇനി കുറച്ചു നേരം കൂടി നമുക്ക് വെക്കാം ഇങ്ങനെ തന്നെ. നല്ല ചൂടടിക്കണ്ട ഇവിടെ, ഒരു രക്ഷയില്ല ഇവിടെ വയ്ക്കാം. എന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഗോപുവിനെ വിളിക്കുന്നു. എടാ ഗോപു, ഒന്നേടാ എങ്ങനെയുണ്ടെന്നുണ്ട് പറ. കൊള്ളാമല്ല, മസാലയൊക്കെ നല്ലാണ്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മള് കടയിൽ പോയി കഴിക്കണ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗോപുവിന് ഇഷ്ടപ്പെട്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോണ്ടേടാ, എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളാം, പൊളി സാധനം, ഒന്നും പറയാനില്ലട്ടാ. അപ്പൊ ട്രാവലിസ്റ്റയുടെ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണം അമർത്തി കേട്ടാ.